ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ബ്രെഡ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ബ്രെഡൊന്നും എടുത്തിട്ടുണ്ട്. ഒരു 7ഓളം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 7 ബ്രെഡ് മതിയാവും. കുറച്ചും കൂടി വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 ബ്രെഡ് വരെ മതിയാവും. അതെല്ലാം നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ബ്രെഡിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് ഈ ബ്രെഡിൻ്റെ ഈ സൈഡ് 4 സൈഡ് ഇതിൻ്റെ ബ്രൗൺ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ ബ്രെഡ് എടുത്തിട്ടുള്ളത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 സ്പൂൺ നിറയെ പാൽപ്പൊടിയും കൂടി. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, നമുക്കിത് സ്കിപ്പ് ചെയ്തും തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചേർത്തേക്കണം. പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. അപ്പോൾ ഈ ഏലക്ക പൊടിക്ക് പകരം നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം മാത്രം പാലും കൂടി. ഈ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം പാൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് മാത്രം പിന്നീട് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റിലെ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അതായത് ഒരുപാട് ഇങ്ങനെ പാൽ ചേർത്തിട്ട് നല്ലതുപോലെ കുഴഞ്ഞു പോകാനും പാടില്ല, അതുപോലെ തന്നെ ഒത്തിരി ഡ്രൈ ആവാനും പാടില്ല. എന്നാൽ ഒരു അധികം പാലിപ്പോൾ ഇതിലേക്ക് ചേർന്നിട്ടില്ല. ഈ ഒരു രീതിക്ക് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിനുള്ളിൽ ചെറിയൊരു ഫില്ലിങ് കൂടി വെച്ച് കൊടുക്കണം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് പിസ്തയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ബദാം എടുക്കാം, കപ്പലണ്ടി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് എടുക്കാം. ഏതെടുത്താലും പ്രശ്നമൊന്നുമില്ല. അതുമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡേറ്റ്സ് നമ്മളൊന്ന് ചെറുതായിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതങ്ങനെ ഫില്ലിങ് ചെയ്ത് ആ ഒരു രീതിക്ക് വെച്ചാലും സൂപ്പറായിരിക്കും. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് നട്ട്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് മാറ്റിയതിന് ശേഷം അതിനുള്ളിലേക്ക് ഇതൊന്ന് ചെറുതായിട്ട് വെച്ചൊന്ന് റോൾ ചെയ്ത് കവർ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിനാണ് ഇതൊന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. ബോളിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സിലിണ്ടറിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാം. എങ്ങനെ ചെയ്താലും ഇത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് അധികം കൂടുതൽ ഷേപ്പ് ഒന്നും ചെയ്യാതെ ഈ ഒരു രീതിക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡിൻ്റെ മിക്സ് എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിലാണ്, ഇത്രയ്ക്കുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രീസറിലേക്ക് വെക്കണം. കാരണം ഇതിപ്പോൾ ഇച്ചിരി നല്ല സോഫ്റ്റാണ്. അപ്പോൾ ആ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം വന്നിട്ട് ചെറുതായിട്ടൊന്ന് നോർമലായിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഹാർഡാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെച്ചിരിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് സമയം മാത്രമേ ഇത് വെക്കുന്നുള്ളൂ. അത്രയും സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പും കൂടി ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു സോസ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തന്നെ ധാരാളം മതിയാവും. നമ്മൾ ഈ ഒരു അളവിൽ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ അളവിന് 1/2 കപ്പ് തന്നെ മതിയാവും. അപ്പോൾ ആ പഞ്ചസാര നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നിന്നും കുറച്ച് പഞ്ചസാരയാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഷുഗർ സിറപ്പ് മാത്രം നമുക്കിതിലേക്ക് മതിയാവും. ഇനി നമുക്ക് വേണ്ടത് അതേ സെയിം അളവിൽ തന്നെ ഒരു 1/2 കപ്പോളം വെള്ളം കൂടിയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഷുഗർ സിറപ്പെല്ലാം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. അതായത് നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല രീതിയിലൊന്ന് ഉരുകി കിട്ടണം. അതുവരെ മാത്രം നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതിയാവും.
ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് നമുക്കൊരു സ്വീറ്റൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു സമയവും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. നമ്മുടെ ഷുഗർ സിറപ്പ് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഏലക്ക പൊടിക്ക് പകരം നമുക്ക് മുഴുവൻ ഏലക്കായും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏലക്ക പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും 1 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. അത്രയും സമയം കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരും നമ്മുടെ ഷുഗർ സിറപ്പ്. നല്ലതുപോലെ വെള്ളം പോലെ ഇരിക്കാൻ വേണ്ടി പാടില്ല, കുറച്ച് കട്ടിയായിട്ട് വേണം നമ്മുടെ ഷുഗർ സിറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ ചെറിയ ഒരു തിക്കായിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനിയും നമ്മൾ തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നൂൽ പരുവുണ്ടല്ലോ, അങ്ങനെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സ്റ്റേജ് ആവും. അപ്പോൾ അത്രയ്ക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് തിക്കായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് കട്ടിയാക്കി കിട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. നമ്മുടെ ഷുഗർ സിറപ്പ് ഇപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. മറ്റൊരു ഫ്രൈയിങ് പാനിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ എണ്ണയെല്ലാം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 15 മിനിറ്റോളം ഞാനിപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഓരോ സ്നാക്കായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അതായത് ബ്രെഡ് ആയതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറിപ്പോകും. അപ്പോൾ അങ്ങനെ അക വേകാതെ കിട്ടും. അതിൻ്റെ പേരിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് വളരെ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടിക്കോളും. നമുക്ക് ഒരു സൈഡ് ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നവരെ, നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് ഇട്ടിരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു കളർ ഇത്രയും മാത്രം തന്നെ മതിയാവും. നല്ലതുപോലെ ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. ഒരല്പം പോലും എണ്ണയൊന്നും പിടിക്കാതെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്. എന്നാലും പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാസ്റ്റിൽ ഞാൻ ഈ ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നത്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. അതിന് ശേഷം ഒരു 15 സെക്കൻഡ് ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷുഗർ സിറപ്പും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ചൂട് ഷുഗർ സിറപ്പ് വേണം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. എങ്ങാനും ചൂട് പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതിയാവും. ഇതുപോലെ ഷുഗർ സിറപ്പും ഒന്ന് ചുറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരല്പം പിസ്ത ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.